2 ദിവസം മുമ്പ് ഞാൻ വിളിച്ചു, സാറേ നാളെ കഴിഞ്ഞല്ലേ ഓപ്പറേഷൻ. അതെ ചേട്ടാ നാളെ കഴിഞ്ഞ ഓപ്പറേഷൻ, ഞാനങ്ങോട്ട് വരുന്നുണ്ട്. ചേട്ടാ കുഴപ്പമില്ല ചേട്ടാ, ഒരു കുഴപ്പമില്ല, അതിന് വേണ്ടിയിട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പം ഞാൻ അതിൽ നിന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ചേട്ടനെ വിളിക്കാം. വിളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മൂകാംബികയ്ക്ക് പോകണം. ഒരു 15 ദിവസം ചേട്ടൻ വേറെ വള്ളിക്കെട്ടുകളൊന്നും പിടിക്കരുത്, നമുക്ക് അവിടെ മൂകാംബികയിലിരിക്കണം. 15 ദിവസം ചേട്ടൻ കൂടെ വേണം. 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്, ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പുള്ളി വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ആണ് അറിയാൻ കഴിഞ്ഞത്. ഒരു പ്രശ്നമില്ലാതെ ഇത് പെട്ടെന്നാണ് ഞാൻ ഓർക്കും. കാരണം അതിനു മുമ്പിലെ 50 വർഷത്തെ എൻ്റെ യാത്ര മലയാള സിനിമയിലേക്ക്, അതിൻ്റെ മുൻനിരയിലേക്ക് ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കാനുള്ള ഒരു യോഗ്യത, അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർ സ്റ്റാറുകളുടെ ഒപ്പം, അല്ലെങ്കിൽ അടുത്ത ലൈനിലെങ്കിലും തൊട്ട് പുറകിലെങ്കിലും ഇരിക്കാൻ ഉള്ള ഒരവസരം അതിനൊരുക്കി തന്നത് അദ്ദേഹമാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. 12 വയസ്സിൽ അയർക്കുന്നത്തെ ഓലമേഞ്ഞ സന്തോഷ് ടാക്കീസിൽ സിനിമ കണ്ട പയ്യന് 50 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു സിനിമയിലെത്താൻ, ഒരു നടനാവാൻ എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. എന്നോടൊപ്പം ചേരുന്നത് കോട്ടയം രമേശാണ്, സിനിമാ ജീവിതത്തെപ്പറ്റി സംസാരിക്കാൻ. നമസ്കാരം. നമസ്കാരം. ഈ സിനിമാ ജീവിതത്തിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് പലപ്പോഴും സാറിൻ്റെ പേരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയേണ്ട പേരായിട്ട് തോന്നിയിട്ടുള്ളത് സച്ചി എന്നുള്ള പേരാണ്. തീർച്ചയായിട്ടും. അപ്പം എനിക്ക് ചോദിക്കാനുള്ള 1-2 കാര്യങ്ങൾ. ഇപ്പം 2-3 സന്ദർഭങ്ങളിൽ ഈ അയ്യപ്പൻ കോശി എന്നുള്ള സിനിമയുടെ അകത്ത് ഈ കുമാരനും കുമാരേട്ടനും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട് കോശി എന്നുള്ള കഥാപാത്രത്തിൽ. അതായത് കുമാരേട്ടാന്ന് അറിയാതെ വിളിച്ചിട്ട് പിന്നെ കുമാരനിലേക്ക് ഒരു തിരിച്ചു വരവുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ സീനിലും ആ സാധനം വരുന്നതാണ്. ഇതിന് എന്ത് എക്സ്പ്ലനേഷനാ സച്ചി സാറിനോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു? എന്നോട് അദ്ദേഹം പറഞ്ഞു തന്നത്, ഈ അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഒരു ഡ്രൈവറുണ്ട് പാമ്പാടിയിലുണ്ടായിരുന്നു, ശശിധരൻ നായർ. അദ്ദേഹത്തിൻ്റെയാണ്, അദ്ദേഹത്തിൻ്റെ 1-2 ഇൻസിഡൻസ് അല്ല 1-2 സന്ദർഭങ്ങളിൽ അദ്ദേഹം അതിൻ്റെ തനി പകർപ്പല്ല ഇത്. കാരണം അത് കുറച്ചുകൂടെ വേറൊരു രീതിയിലാണ്, അത് പുള്ളിയുടെ രീതി വേറൊരു പ്രത്യേക രീതിയാണ്. പക്ഷേ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡ്രൈവർ ആ പരമ്പരാഗതമായിട്ട് ആ ഡ്രൈവർ ഒരു പക്ഷേ വളരെ ചെറുപ്പത്തിൽ ആ വീട്ടിൽ വന്നതായിരിക്കും. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വലിയൊരു തറവാട്ടിൽ, അല്ലെങ്കിൽ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ഇതായിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും വന്നത്, എന്തെങ്കിലും ജോലിക്ക് വന്ന് അവിടെ നിന്ന് ഡ്രൈവിങ് പഠിച്ച്, അല്ല അവർ പഠിപ്പിച്ച് അങ്ങനെ ഡ്രൈവറായി അവിടെ വളർന്നു വരുന്ന കൊച്ചുകുട്ടികളെയും അതുപോലെയുള്ളവരെ സംരക്ഷിച്ചും കൂടെ നടന്നും ഒക്കെ ഇതായിട്ട് ഇങ്ങനെ വന്ന് ആ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ ആകും അവർ ക്രമേണ, ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ. അപ്പോൾ അവർക്കും വിശ്വാസമായി. ഇനി അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അതൊരു വീഴ്ചയായിട്ടോ ഒരു കുറവായിട്ടോ ഇവന് തോന്നുന്നില്ല. അത് അവൻ്റെ കാരണവന്മാരോ അല്ല അതുപോലെ ബന്ധപ്പെട്ട ആരെങ്കിലും ശാസിക്കുന്ന പോലെ അവർക്ക് തോന്നാറുള്ളൂ. ചെറിയ വേദനകളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. വീട്ടിലാരെങ്കിലുമൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അതുപോലെ വേണ്ടപ്പെട്ടവരാരോ ആണ് നമ്മളോട് പറയുന്നത് എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട് അതൊന്നും ചിന്തിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഇതായിട്ട് പോകും. അപ്പോൾ ആ വീട്ടിൽ വളരുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും ഈ മുതിർന്നവരെന്താണോ കാണിക്കുന്നത് പറയുന്നത് അത് അവർ ഇമിറ്റേറ്റ് ചെയ്യുമല്ലോ. അപ്പം കുമാര എന്ന് വിളിക്കുന്നതാണ് അവിടുത്തെ മുതലാളി വിളിച്ചിരുന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മെയിൻ കാർന്നൂർ വിളിച്ചുകൊണ്ടിരുന്നത് കുമാര എന്ന് വിളിക്കുന്നു. അല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിക്കും കുമാര എന്ന് വിളിക്കുന്നു. ചില മുതിർന്ന അല്ല ഒപ്പത്തിനൊപ്പമുള്ള ആരെങ്കിലും മക്കളോ അല്ല അനിയന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കുമാര എന്ന് വിളിക്കുന്നു. എല്ലാവരും അങ്ങനെ കുമാര കുമാര എന്ന് വിളിക്കുന്ന കേട്ടായിരിക്കുമല്ലോ ഈ കുട്ടിയും വളരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് വളർന്നു കഴിയുമ്പോഴത്തേനും ഇവരും കുമാര എന്ന് വിളിച്ചു തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ആരും അത് തിരുത്തിയൊന്നും വരത്തില്ലായിരിക്കും. പക്ഷേ ഇവരുടെ മനസ്സിൽ കിടക്കാൻ അടിസ്ഥാനപരമായിട്ട് കിടക്കുന്ന ആ ഒരു കുമാരാന്ന. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞാൽ അദ്ദേഹം കൂട്ടുകാരനെ പോലെ ആയി പെരുമാറി അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴേ കുറച്ച് തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പോൾ ആ തിരിച്ചറിവുണ്ടാകുമ്പം കുമാര എന്ന് വിളിക്കുന്നത് ഒരു ശരിയാണോ, പ്രായത്തിൽ മുതിർന്ന ഒരാളാണല്ലോ എന്നുള്ള മര്യാദകളൊക്കെ ഇവൻ പഠിച്ചു വരുമ്പം അവനൊരു സംശയം തോന്നാം. അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ കുമാരേട്ടൻ വിളിക്കും, സ്വാഭാവികമായിട്ട് അങ്ങനെ വിളിച്ചു പോകുന്ന അറിയാതെ. അപ്പം ഇവരിലുള്ള ഒരു ആന്തരികമായിട്ട് കിടക്കുന്ന ഒരു മുതലാളിത്ത മനോഭാവമോ അല്ലെങ്കിൽ ഒരു സുപ്പീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുമല്ലോ.
അപ്പം ഞാൻ കുമാരേട്ടനെ വിളിച്ചത് കുറഞ്ഞു പോയോ, അല്ലെങ്കിൽ ഞാൻ താന്നു പോയോ എന്നൊരു തോന്നൽ ചിലപ്പോൾ ഒരു പക്ഷേ അവനുണ്ടാവാം. അപ്പം അത് കൊണ്ട് പുള്ളിയിൽ വല്ല സ്വാധീനം ചെലുത്തിയെന്നോ അല്ലെങ്കിൽ നമ്മുടെ മേൽ കൂടുതൽ സ്വാധീനം പുള്ളി ചെലുത്തരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാകാം തിരിച്ച് ഓർമ്മ വന്നപ്പോഴായിരിക്കും അല്ല കുമാര എന്ന് വിളിക്കുന്നത്. പക്ഷെ ഗൗരവം കുറഞ്ഞു പോയോ എന്നൊരു സംശയം പുള്ളിയുടെ മുമ്പിലേ. ഓ മനസ്സിലായി. അപ്പം അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് വീണ്ടും അല്ല കുമാര എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം സാർ. പക്ഷെ ഞാൻ ഇപ്പൊ എന്നുള്ളതാണ്. ഇത് ഇങ്ങനത്തെ ഉള്ള ക്യാരക്ടറുകളെ എനിക്കും അറിയാം. ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ധാരാളം പ്രത്യേകിച്ച് കോട്ടയം ഏരിയയിലത് അങ്ങനത്തെ ആളുകൾ ധാരാളമുണ്ട്. കാരണം സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു ജില്ലയാണെന്നാണല്ലോ വെപ്പ് പണ്ട് മുതലേ ഉള്ള ഒരു ഇത്. കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനാഢ്യമായ അല്ല സമ്പൽ സമൃദ്ധമായ സാമ്പത്തിക ശേഷിയുള്ള ഒരു ജില്ലയാണ് കോട്ടയം എന്നുള്ള ഒരു ധാരണയുണ്ടല്ലോ. അപ്പോൾ അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ സ്ഥലങ്ങളിലൊക്കെ അവിടെയുള്ള ആളുകൾ ആ ഒരു ഇതുണ്ടാവും. കോട്ടയംകാരെന്ന് പറയുമ്പം ഞങ്ങളെന്തോ ആണെന്നുള്ളൊരു ഇതുണ്ട്. അത് സത്യമാണ്, ആണ് എന്നുള്ളത് തർക്കമൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് കോട്ടയംകാരെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പം അങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ട് കേട്ടോ അതുപോലെ. പക്ഷെ അത് കോട്ടയംകാർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു പണ്ട് പോലെ ഇങ്ങനെ ആളുകൾ പറയുന്നുമുണ്ട്. ഇപ്പൊ കോശിയായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസിനകത്ത് എത്രയോ കാലം പരിചയമുള്ള രണ്ടാളുകളെ പോലെ, സുഹൃത്തുക്കളെ പോലെ, അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ ഈ സൗഹൃദം ഉണ്ടല്ലോ, ഒരു ബോണ്ടിങ് റാപ്പോ എന്നൊക്കെ പറയുന്ന കാര്യം വരുന്ന ഒരുപാട് ഏരിയകളുണ്ട്. ഇപ്പൊ കോശി ജയിലിൽ എടുക്കുകയാണെങ്കിലും ജയിലിനോട് തൊട്ടടുത്ത മതിലിനാണ് അയാൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അത് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്ന വണ്ടി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ അടുപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് ഇപ്പം സാറും പൃഥ്വിരാജ് സാറും തമ്മിൽ എന്തെങ്കിലും വർക്ക്ഷോപ്പ് എന്തെങ്കിലും ചെയ്തിരുന്നോ, നിങ്ങൾ സംസാരിച്ചിരുന്നോ? എന്താ ശരിക്കും? ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്ന ഈ അയ്യപ്പനും കോശിയുടെ സിറ്റുവേഷനിൽ ഓൺലൈനിൽ സംസാരിച്ചിരുന്നു? ഇല്ല ഒന്നും സംസാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവിൽ അവിടെ ചെല്ലുന്ന സമയത്തും പുള്ളിയെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം, പുള്ളി ആരോട് വലിയ ഇതായിട്ട് കുറച്ച് ഒരു ഇതായിട്ടുള്ള ആളാണ് എന്നൊക്കെയുള്ള ധാരണയിലാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ ഈ സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്നിൽ ആ ഒരു ഇതുണ്ടാകുന്നത്. അപ്പം അത് സ്വാഭാവികമായിട്ടും ഒരു നടനാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വ്യക്തിപരമായ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ ചിന്തിക്കത്തില്ല. കഥാപാത്രമായിട്ട് തന്നെ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ആ പരിമിതികളും ആ കാര്യങ്ങളുമാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കുമാരൻ എന്ന് പറയുന്ന ഡ്രൈവർ കൊച്ചിലെ പോലെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതും അങ്ങനെ അവൻ്റെ കുസൃതികൾ കണ്ടും അല്ലെ സ്നേഹത്തോടു കൂടി പെരുമാറിയും പിണങ്ങിയും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും ആ ആളുമായിട്ട്. വളർന്നു വരുമ്പോഴും ഓരോ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മളെ കണ്ടിട്ടുള്ളതും സ്വാധീനിച്ചിട്ടുള്ളതും. അങ്ങനെ ആയിരിക്കുമല്ലോ. ഈ ചിന്ത ഒരു നടനെ സംബന്ധിച്ച് വരുമ്പം അങ്ങനെ തന്നെ വിചാരിക്കണം. അവിടെ വേറെ എത്ര വലിയ ഇതായാലും കഥാപാത്രമായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഉള്ളിലാണ് ഉള്ളത് അദ്ദേഹം വലിയ പൃഥ്വിരാജാണെന്നും സൂപ്പർ സ്റ്റാർ ആണെന്നും ഒക്കെ ഉള്ള ഒരു ഇത് നമ്മുടെ ഉള്ളിലാണുള്ളത്. അത് കോട്ടയം രമേശ് എന്ന് പറയുന്ന വ്യക്തിയിലാണുള്ളത്. കുമാരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ അതില്ല. കുമാരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ കോശി, അതായത് ഇന്നലെ കുര്യൻ്റെ മകൻ. അദ്ദേഹം ഞങ്ങൾ തമ്മിൽ പ്രായ വ്യത്യാസം ഒരു ഒന്നുമില്ല, ഏറെക്കുറെ ഒരു വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ കാലം പോലെ അറിയാം. അദ്ദേഹവുമായിട്ട് നല്ല ബന്ധങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല രഹസ്യങ്ങളും അറിയാവുന്ന ഒരു ഡ്രൈവറായിരുന്നു കൂട്ടിക്കു. അങ്ങനെ കൂടുതൽ നമ്മളെ അങ്ങനെ ഒഴിവാക്കാനും പുള്ളിക്ക് പറയാൻ പറ്റാത്ത ഒരു ഡ്രൈവർമാരാകുമ്പോൾ നല്ലതും ഒക്കെ ഉള്ള ഒരു ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ. പല ഇതൊന്നും സാക്ഷിയായിട്ടുണ്ടാവുമല്ലോ ഈ ഡ്രൈവർമാർ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് ഈ കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെയാണ് കാണുകയും എടുക്കുകയും ചെയ്യുന്ന വളർത്ത് ചെറുപ്പം പോലെ അവർ വളർന്നു പോന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. കഥാപാത്രമായിട്ട് നമ്മൾ വിചാരിച്ചാൽ മതി. അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. ആദ്യം എടുത്ത സീൻ ഓർമ്മയുണ്ടോ? അവിടെ ഉണ്ട്. ആദ്യം ഫസ്റ്റിലെടുത്ത സീൻ എന്ന് പറയുന്നത് അദ്ദേഹം കാറിൻ്റെ ഇത് തുറന്നിട്ട് വണ്ടിക്കകത്ത് ഇവിടെ ഡോർ തുറക്കുമ്പോൾ താഴോട്ട് പോയി. ഫസ്റ്റ് സീൻ തന്നെ. അതാണ് ആ സീനാണ്. പലപ്പോഴായിട്ട് ആളുകൾ ഇപ്പോൾ ജീവിത സന്ദർഭത്തിലും റിയൽ ലൈഫിലും നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. ഇപ്പൊ സാർ പറഞ്ഞ ആ സിനിമയുടെ അകത്ത് പറയുന്നത് തന്നെ, ഇപ്പൊ നമ്മളിതിലില്ല കണ്ടാ മതി, എത്രയോ ട്രോളുകളിലും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിന് ഇത്രയും ഒരു കാലത്തെ അതിജീവിച്ചുകൊണ്ടുള്ള സിനിമ റിലീസ് ചെയ്തിട്ട് ഏകദേശം 4 വർഷത്തോളം കഴിയുന്നത്. ഇപ്പോഴും നമ്മളതിലില്ല കണ്ടാ മതി എന്ന് പറഞ്ഞ ഡയലോഗ് വൻ ഹിറ്റാണ്, അല്ലെങ്കിൽ ഭയങ്കര റെലവെന്റ് ആണ്. ഇതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ?
അല്ല, ആ ഡയലോഗ് പറയുമ്പോഴൊന്നും നമുക്ക് അത്ര ഇതുപോലെ ഒരു ഇതാകുമെന്നൊന്നും നമ്മൾ കണക്കാക്കിയിട്ടില്ല. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പല കാര്യങ്ങളും നമുക്ക് കാണാനേ പറ്റുള്ളൂ, നമുക്ക് ഇടപെടാനൊന്നും പറ്റത്തില്ല. എല്ലാത്തിലും കയറി ഇടപെടാൻ പറ്റില്ല. പറ്റിയാൽ നമുക്ക് പണിയായിരിക്കും, അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും പണിയായിരിക്കും. അതെ അതെ. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടു നിൽക്കുക, അതവിടെ നിസ്സഹായനായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ പല സന്ദർഭത്തിലും. അപ്പം അതൊരു കോമൺ ഫാക്റ്റാണ്. എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന പിഴവുകളുടെ ഒരു പ്രധാന കാര്യം ഇതാണ്. കാണുന്നതിനൊക്കെ നമ്മൾ കയറി എടുത്തിയാടുക എന്ന് കരുതി നമ്മൾ പ്രതികരണശേഷി ഇല്ലാതെ നിൽക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പ്രതികരിക്കേണ്ടത് നമ്മളെയും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ പ്രതികരിക്കാൻ. നമ്മുടെ സാഹചര്യം കൂടെ നോക്കണം. നമുക്കൊരു പരിചയമില്ല, ഒന്നുമില്ല, ചുറ്റും ശത്രുക്കൾ മാത്രമാണ് നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാതെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത്. അവിടെ നമ്മൾ സുരക്ഷിതമായി നിന്നുകൊണ്ട് വേണ്ടേ നമ്മൾ പ്രതികരിക്കാൻ. കാരണം അതുകൂടെ നോക്കണം, എങ്കിലേ നമ്മൾ പ്രതികരിക്കുന്നതിനകത്ത് അർത്ഥമുള്ളൂ. ഇത് മുന്നോട്ട് പോകും, ഈ പ്രതികരണം മുന്നോട്ട് പോകണമല്ലോ. പോകണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കണ്ടേ. അപ്പം ജീവിച്ചിരിക്കാനുള്ള അടിസ്ഥാനപരമായ സാഹചര്യം കൂടെ കണ്ടെത്തിക്കൊണ്ട് വേണം. ബുദ്ധിയില്ലായ്മയാണ് മറ്റേ ചാടിക്കേറി ചാവിനൊരു തട്ടും തന്ന് അതോടുകൂടി തീർന്നെങ്കിൽ അത് ബുദ്ധിയില്ലായ്മയെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇവൻ കുഴപ്പക്കാരനാണ്, ഇവൻ പ്രശ്നക്കാരനാണ് എന്ന് തോന്നിയാൽ ഇവനെ ഒതുക്കാനുള്ള തന്ത്രങ്ങൾ നമ്മൾ പറയണം. അവൻ ശക്തനാണെങ്കിൽ അവനെ എങ്ങനെ നമ്മൾ നേരിടാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ചാടി ഇറങ്ങാവുള്ളൂ. അതില്ല ചുമ്മാ ചാടിക്കയറി ഇപ്പോൾ ഒരുത്തൻ തോക്കുമായിട്ട് നിൽക്കുന്ന ഒരുത്തൻ്റെ നേരെ വെടിവെക്കടാന്ന് പറഞ്ഞ് എന്ന് കഴിഞ്ഞാൽ അയാളൊറ്റ വെടിവെച്ചാൽ തീർന്നില്ലേ? അവനൊന്ന് വിരട്ടാൻ വേണ്ടി എന്നാൽ വെക്കടാന്ന് പറഞ്ഞ് ചെല്ലുന്നത്. പക്ഷേ അത് അബദ്ധമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത്, ഈ മാവേലിക്കരയ്ക്കടുത്ത് ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു വീട്ടിൽ സംഭവം ഉണ്ടായി. ഒരു റിട്ടയർഡ് SI ആയിരുന്നു അദ്ദേഹം. ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഇപ്പം അവിടെ എന്തോ തർക്കമുണ്ടായി, ഈ തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നമുണ്ടായി. അപ്പോൾ അങ്ങനെ വീട്ടിൽ പരപ്രാവശ്യം ഇവർ ചെന്ന് അലമ്പുണ്ടാക്കാനായിട്ടൊക്കെ ചെന്നു. അപ്പോൾ പെണ്ണുങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ പേരിൽ പ്രശ്നങ്ങളായി. അങ്ങനെ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ സ്റ്റേഷനിലുണ്ട്. ഒരു പ്രാവശ്യം ഇവർ അവിടെ എല്ലാ കൂട്ടത്തോടെ ആ വീട്ടിൽ ആക്രമിക്കാൻ എന്തോ തൊഴിൽ പ്രശ്നം, എന്താ സാധനം കൊണ്ട് ഇറക്കാനോ അങ്ങനെ എന്തോ ഒരു തൊഴിൽ പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഇവരെല്ലാം കൂടെ ചെന്നു. ഇവിടെ എല്ലാം കൂടെ ചെന്ന് പുള്ളി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാർ കൂടെയൊക്കെ നിന്നെ അങ്ങനെ ചെയ്തുകൾ ഇങ്ങനെ ചെയ്തുകളും മറ്റാ മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ ഈ വീടിൻ്റെ മുൻവശത്തെ കതകിൻ്റെ 4 പാളികളായിട്ടുള്ള ഇതാണ്. അപ്പോൾ 2 പാളി അടച്ചിട്ടിട്ട് അതിനകത്ത് കുറ്റി ഇട്ടിട്ട് അവിടെ നിന്നിങ്ങനെ അതിൽ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ തിണ്ണയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഇവർ ഏതാണ്ട് പറഞ്ഞ് ഭയങ്കര നിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായപ്പോൾ പുള്ളി അകത്ത് പോയി തോക്കെടുത്തുകൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേന് ഇവരെ ഒന്നുകൂടെ ഇതായി എന്താ ഇടാ വെടിയെന്ന് പറഞ്ഞു. പുള്ളി ഒറ്റ വെടിയും വെച്ചു. അതായത് പറയുന്നത് പോയിന്റ് ബ്ലാങ്ക് പോയിന്റിൽ നിന്നാണ് വെടിവെക്കുന്നത്. അതാ തട്ടിപ്പോയി. അന്നേരം അതിന് കേസ് കിടന്ന് അങ്ങനെ വെറുതെ വിട്ടു കോടതി. നല്ല കാര്യമുണ്ടോ അവിടെ? അവിടെ തോക്കാണ് ഇരിക്കുന്നതെന്നുള്ളവരും സാമാന്യ രീതിയിൽ ബുദ്ധിയുള്ളവനാണെങ്കിൽ ചെയ്തത്. അവൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി അവിടെ. അതായത് ഈ വിവേചനത്തെ കീഴടക്കുക എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ വിവേകത്തെ കീഴടക്കി അവൻ്റെ ആവേശം, അത് ബുദ്ധിമോശമാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പം അങ്ങനെ എടുത്തിയാടിയിട്ട് കാര്യമുണ്ടോ? ഇത്രയൊക്കെ ചിന്തിക്കുമായിരുന്നല്ലോ ഡയലോഗ് പറഞ്ഞ. അതെ, ഇതൊക്കെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ആ സിനിമ ഇറങ്ങുന്നത് വലിയ വിജയമാവുന്നു, എല്ലാ ഇൻഡസ്ട്രിയിലും അത് ടോക്കാവുന്നു, എല്ലാ തിയേറ്ററുകളിലും അത് ആള് കയറുന്നു. ഒരുപാട് കാലത്തിന് ശേഷം മലയാള സിനിമയ്ക്ക് അതിൻ്റെ എല്ലാ അന്തസ്സത്തോടും കൂടി അതിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നൊക്കെ എഴുതുന്നു. ഇതൊക്കെ മനസ്സിലാക്കുന്നതിനും അല്ലെങ്കിൽ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിരുന്നു അദ്ദേഹമായിട്ട്? മൊത്തം വിജയമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് വിളിച്ച് ഓരോ ദിവസം കാര്യങ്ങൾ സംസാരിക്കും. 2 ദിവസം കൂടുമ്പോഴാണേലും വിളിക്കും. ഓക്കെ. വിളിച്ചിട്ട് അദ്ദേഹം ഇടയ്ക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാൻ കയറുന്നതിൻ്റെ തലേൻ്റെ തലേദിവസം 2 ദിവസം മുമ്പ് ഞാൻ വിളിച്ചു. സാറേ നാളെ കഴിഞ്ഞല്ലേ ഓപ്പറേഷൻ എന്ന് ഇന്നലെ പറഞ്ഞു. അതെ ചേട്ടാ നാളെ കഴിഞ്ഞ ഓപ്പറേഷൻ, ഞാനങ്ങോട്ട് വരുന്നുണ്ട്. ചേട്ടാ കുഴപ്പമില്ല ചേട്ടാ, ഒരു കുഴപ്പമില്ല, അതിന് വേണ്ടിയിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് ഇരുന്നോ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം വിളിച്ചാൽ എന്നെ കിട്ടത്തില്ല, ഞാൻ ഇപ്പോൾ മറ്റന്നാൾ ഓപ്പറേഷൻ കയറും, നാളെ ഫോണൊക്കെ ആരുടെയിലൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ അതിൽ നിന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ചേട്ടനെ വിളിക്കാം.
വിളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മൂകാംബികയ്ക്ക് പോകണം. ഒരു 15 ദിവസം ചേട്ടൻ വേറെ വള്ളിക്കെട്ടുകളൊന്നും പിടിക്കരുത്, നമുക്ക് അവിടെ മൂകാംബികയിലിരിക്കണം. 15 ദിവസം ചേട്ടൻ കൂടെ വേണം. നമുക്ക് അടുത്ത സംഭവം അവിടെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നു. ഒരാഴ്ച ഇവിടെ വന്നിട്ട് മറ്റു കാര്യങ്ങളെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ലൊക്കേഷനൊക്കെ ഒന്നുകൂടെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങ് പടം തുടങ്ങാമെന്ന് പറഞ്ഞു. മൂകാംബികയാണല്ലോ എഴുതാനിരിക്കുന്നത്. അവിടെ അവിടെ അപ്പോൾ അന്നേരം എന്നോട് കൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് സക്സസ് ആയി എന്നുള്ള വിവരം അറിഞ്ഞു. ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നറിഞ്ഞ് പിന്നെ ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്, കറക്റ്റാണോ എന്താണെന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ സത്യമായിരുന്നു സംഭവിച്ചു. അപ്പോൾ പുള്ളി വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ആണ് അറിയാൻ കഴിഞ്ഞത്. 6 മണിക്കൂറോളം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രശ്നമില്ലാതെ ഇരുന്നു. പെട്ടെന്നാണ് ഇതുണ്ടാകുന്നത്. എന്നാലും ഒരു ഗുരു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാവുന്ന ഗുരുദക്ഷിണയാണ് പിന്നീട് അങ്ങോട്ട് ചെയ്യുന്ന സിനിമകളെന്ന് സാറിന് തോന്നാറുണ്ടോ? ഞാൻ ഓർക്കും. കാരണം അതിനു മുമ്പിലെ 50 വർഷത്തെ എൻ്റെ യാത്ര ഒരുപാട് സംവിധായകർ, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനൊക്കെ എനിക്ക് കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവരൊക്കെ ആയിട്ട് ചാൻസ് ചോദിച്ചും ഒക്കെ ആയിട്ട് ഇരുന്നു. അതിലൊന്നും എനിക്ക് അവരോട് പരാതിയോ പരിഭവമൊന്നുമില്ല. ഒരുമിച്ച് ഒരു മുറിയിൽ താമസിച്ചിരുന്ന ഒരു പായിൽ കിടന്നുറങ്ങിയ സുഹൃത്തുക്കൾ, അന്വേഷണം ഈ സിനിമയെ പോലെ തന്നെ ഞാൻ നടനാകാൻ പോകുമ്പോഴും അതുപോലെ തന്നെ അവർ സംവിധായകരാകാൻ വേണ്ടിയിട്ടും അന്വേഷിച്ച് വന്ന് കിടക്കുന്ന സമയത്ത് അങ്ങനെ കിടന്നിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ പിന്നീട് സംവിധായകരായി 10, 30, 40 പടങ്ങളൊക്കെ എടുത്ത സംവിധായകരുണ്ടാകുന്നുണ്ട്. ഈ 2 പേരിൽ ആരൊക്കെ ആയിക്കോട്ടെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പടത്തിലും എനിക്ക് അഭിനയിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല കേട്ടോ. ചോദിക്കേണ്ട കാര്യമുണ്ടോ അതിന്? എന്തിനാ ചോദിക്കുന്ന കാര്യമില്ല. ഒരിക്കൽ നിങ്ങൾ ചോദിക്കുകയാണ്, അതെന്താ ചോദിക്കാഞ്ഞെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചിട്ടുള്ള വേണ്ട. വർഷങ്ങളായിട്ട് ഒരു മാസങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു പാത്രത്തിൽ കഴിച്ച് ഒരു വായി കിടന്നുറങ്ങിയിട്ടുള്ള ആളിനോട് പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നത്? എന്തിനാ ചോദിച്ചിട്ട് കിട്ടുന്ന അതിനകത്ത് ഒരു ഇതില്ല, ആത്മാർത്ഥത ഇല്ല വിശ്വസിക്കുന്നവരെ. അങ്ങനെയുള്ളവർ ചോദിക്കേണ്ട കാര്യമില്ല. അവൻ എന്തിനാ ഇത്ര വർഷം അവിടെ എന്നോടൊപ്പം അല്ലാലും ഇത്രയും മാസങ്ങളല്ല ഇത്രയും ദിവസങ്ങൾ അവിടെ മദ്രാസ് വന്ന് കിടന്ന് പട്ടിണി കിടന്നത് എന്തിനാ എന്ന് ചിന്തിക്കാൻ ഒരു സുഹൃത്തിന് സാധിക്കത്തില്ല. പിന്നെ ആ സുഹൃത്തിനോട് എന്തിനാ നമ്മൾ ചോദിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ കുറ്റം പറയല്ല. സിനിമ അതാണ്. അങ്ങനെ കഴിഞ്ഞിരുന്ന എനിക്ക് മലയാള സിനിമയിലേക്ക് അതിൻ്റെ മുൻനിരയിലേക്ക് ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കാനുള്ള ഒരു യോഗ്യത, അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർ സ്റ്റാറുകളുടെ ഒപ്പം അല്ലെങ്കിൽ അടുത്ത ലൈനിലെങ്കിലും തൊട്ട് പുറകിലെങ്കിലും ഇരിക്കാൻ ഉള്ള ഒരവസരം അതിനൊരുക്കി തന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ എങ്ങനെയാണ് കാണുന്നുണ്ടെങ്കിൽ ഏത് രീതി പറഞ്ഞ് ഇതാക്കും, അതെൻ്റെ മനസ്സിലുള്ള കാര്യമാണ്. നമ്മളത് പുറമേ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇതിനെക്കുറിച്ചൊരു ഇത് പറയാം. ഇപ്പം പറയാതിരിക്കാൻ എനിക്ക് വയ്യ. അതാണ് എൻ്റെ അവസരം. അദ്ദേഹവും മനസ്സിലാഗ്രഹിച്ചിരിക്കുക രമേശ് ചേട്ടൻ ഈ വിധത്തിലൊരു സ്റ്റേച്ചർ ഉണ്ടാവണം എന്ന് തന്നെയാണ്. അല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ചേട്ടൻ പ്രതീക്ഷിക്കാതെ തന്നെ ചേട്ടൻ ഒരുപാട് ഇതുണ്ടായി. ഞാനതൊന്നും പറയുന്നില്ല, എൻ്റെ മനസ്സിലെല്ലാം ഉണ്ട് ചേട്ടാ, എല്ലാം ഉണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വന്ന വഴികളിലെ കുറച്ച് കുറേ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അന്നേരം എന്നോട് പറഞ്ഞത്, ചേട്ടാ ഇപ്പം ഇത്രയും ചേട്ടൻ പറഞ്ഞതിനോടിടയ്ക്ക് എനിക്കൊരു 4 സിനിമ ഈസിയാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ അനുഭവം ഇതിൽ നിന്ന് 4 സിനിമയ്ക്കുള്ള സാധനം എൻ്റെ കിട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജീവിതാനുഭവങ്ങളിലൂടെ ഓരോ സന്ദർഭത്തിലും കടന്നു പോകുന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഈ അയ്യപ്പനും കോശിക്കും ശേഷമുള്ള ചുരുങ്ങിയ സമയത്തിനകത്ത്, അത് റിലീസായി 45-50 ദിവസത്തിനകം അദ്ദേഹം മരിക്കുക. 45 ദിവസമോ 44 ദിവസമോ വേണ്ട പറ്റാ തിയേറ്ററിൽ ഓടി. അപ്പോഴാണ് ലോക്ക്ഡൗൺ ആയത്. അങ്ങനെ ഉള്ള ഒരു വലിയൊരു അവസ്ഥയാണ് അന്നേരം ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നത്? അഗൈതം എന്നൊക്കെ പറയില്ലേ, വാക്കുകൾക്ക് അതീതം. അതെ. അത് ഞാൻ വിശ്വസിക്കുന്നത്
വേറെ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം എത്രയും വലിയ ഇതായിക്കോട്ടെ, ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഞാൻ പറയാം, എൻ്റെ ഉള്ള മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം എനിക്കൊരു ദൈവദൂതനായിട്ട് എന്നെ ഒരു ഇതിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഭൂമിയിൽ എത്രയും കാലം കൂടെ നിന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വലിയ സിനിമാ നടനാകണം, അല്ലെ ഞാൻ വലുതല്ലെങ്കിലും ഒരു സിനിമാ നടനാകണമെന്നെങ്കിലും ആഗ്രഹിച്ച ഒരു 3-4 വ്യക്തികൾ ഉണ്ട്. എൻ്റെ അച്ഛനും അമ്മയും, പിന്നെ എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു. അദ്ദേഹം വലിയ സിനിമാ പ്രാന്തനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ധാരാളം സിനിമകളൊക്കെ ഇങ്ങനെ കാണും, അതല്ലാതെ വേറെ ഒന്നുമില്ല, അദ്ദേഹത്തിന് വേറെ പണിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഞാനൊരു സിനിമാക്കാരനാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. അപ്പോൾ അവർ ഈ ഭൂമിയിൽ ജീവിച്ച് ഇവിടുന്ന് യാത്രയായിപ്പോയി. അപ്പോൾ ഞാൻ സിനിമാടനായിട്ടില്ല. സീരിയലിലൊക്കെ ഇങ്ങനെ ചെറിയ സീരിയലിലൊക്കെ അഭിനയിക്കുമായിരുന്നു എന്നുള്ളതല്ലാതെ ചെറിയ ചെറിയ വേഷങ്ങൾ, ഇപ്പോൾ ഉപ്പുമുളകിനകത്തും പോലെയുള്ള വന്ന വേഷങ്ങൾ അതൊന്നും അഭിനയിച്ചിട്ടില്ല അന്നേരം ആ സമയത്ത്. ഇടയ്ക്ക് നാടകത്തിന് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് പോയി ഒരു 3-4 എപ്പിസോഡിലൊക്കെ വരുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രം ചെയ്ത് അങ്ങനെ ആണ് അത്. കാരണം നാടകത്തിന് പോകുന്നതുകൊണ്ട് പറ്റില്ല, അങ്ങനെ ചെയ്യുമായിരുന്നു. അതല്ലാതെ അവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ വിശ്വസിക്കുന്ന, അവർ മരിച്ച് കഴിഞ്ഞ് ഇപ്പം ഡയറക്റ്റ് അവിടെ ചെന്നിട്ടുണ്ടാകും. അപ്പോൾ പറഞ്ഞാണ് എൻ്റെ കുഞ്ഞിനെ എന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ അവനൊരു അവസരം കൊടുക്കണം, ഒരു സിനിമാക്കാരനാക്കണം എന്നൊരു പക്ഷേ അവർ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഒരു അതൊരു സത്യമാണ് എന്ന് വിശ്വസിക്കും. ആ കൂട്ടത്തിൽ അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ട ആളാണ്, എല്ലാവരും മനസ്സിൽ തോന്നിച്ച ആളാണ്. പിന്നെ കോട്ടയം രമേശ് എന്ന് പറയുന്ന നടനെ വെച്ച് നമുക്ക് ഈ അയ്യപ്പനും കോശിയിലെ ഡ്രൈവർ കുമാരൻ്റെ വേഷം കൊടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ആ തോന്നലുണ്ടാക്കിച്ചത്, അല്ലെ ആ ചിന്ത ഉണ്ടാക്കിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കൊരു പരിചയവും ഇല്ല, എൻ്റെ നമ്പർ പോലും ഇല്ല, നമ്പറും ഉണ്ടായിരുന്നില്ല. ഇല്ല, ഫ്ലവേഴ്സിൽ വിളിച്ചിട്ടാണ് നമ്പർ വാങ്ങിക്കുന്നത്. നമ്പരും ഇല്ലായിരുന്നു, അദ്ദേഹത്തിന് നമ്പരും ഇല്ല. ആരോട് അന്വേഷിച്ച് ഇന്നലെ ഈ വേഷം ചെയ്ത ആരാണ്, ആ സിനിമ കണ്ടില്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അങ്ങനെ വേറെ ആരെങ്കിലും ആ വേഷം ചെയ്യും. ഇനി അത് തന്നെയല്ല, അതിന് ഈ വേറൊരു അതിനും പിന്നിൽ ഈ ഇവിടെയൊക്കെയാണ് നമ്മൾ എന്തോ ഒരു ശക്തി നിമിത്തങ്ങൾ, എന്തോ ഒരു കൂട്ടിക്കെട്ടലുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഞാൻ ആ ഈ കാർബൺ സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് എന്നെ നഷ്ടപ്പെട്ടതാണ്. കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്ന സമയത്ത് എനിക്ക് ചെല്ലാൻ പറ്റാതെ നാടകം എഴുത്തച്ഛൻ എന്ന് പറയുന്ന നാടകം കളിക്കുകയായിരുന്നു. അപ്പോൾ നാടകം ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞതിന് ശേഷം കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഒക്കെ തൃപ്തികരമായി, മാനേജർ പറഞ്ഞു, അതുപോലെ എല്ലാ പുള്ളിക്കൊക്കെ തൃപ്തിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞ ഉടനെ എനിക്ക് നാളെ ഷൂട്ടുണ്ട്, അതിന് പാലായിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നാടകം കഴിഞ്ഞ ഉടനെ സംവിധായകൻ്റെ പ്രായം അല്ലെങ്കിൽ പുള്ളിക്ക് തൃപ്തികരമായില്ല. 2 ദിവസത്തെ കൂടെ റിഹേഴ്സൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മാനേജർ പറഞ്ഞു, അതിൽ പുള്ളിക്ക് നാളെ ഇവിടെ ഉള്ളത് അതൊന്നും എനിക്കറിയത്തില്ല, 2 ദിവസത്തെ റിഹേഴ്സൽ വേണമെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രശ്നമായി വന്ന് പറഞ്ഞു. ഞാൻ പറയാനെന്താ, നാടകമല്ലേ നമ്മുടെ ഇതായിട്ടുള്ളത്, എത്രയോ സിനിമകൾ വന്നു പോയിരിക്കുന്നു ഇതായിട്ട്. ഞാൻ എന്നെ അവിടെ വിളിച്ചു പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള നമ്മുടെ സജിമോൻ എന്ന് പറയുന്ന ആൾ, അതായത് മരയം കുഞ്ഞ് സംവിധാനം ചെയ്തു, അതിൻ്റെ ആ ഡയറക്ടറും പിന്നെ ഒരു രഞ്ജിത്ത് എന്ന് പറയുന്ന അസോസിയേറ്റും വേണു സാറിനെ വിളിച്ചു, സാറേ ഇന്നൊരു അയക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറയുന്നില്ല, എന്താ ചെയ്യുന്നത്? അതെന്താ ഇതാണ്. അപ്പോൾ അവരെന്നോട് എന്നിട്ട് തിരിച്ച് വിളിച്ച് പറഞ്ഞു, ചേട്ടാ അത് വേണ്ടെന്ന് വെക്കരുത്, ചേട്ടാ ഒരു അവസരം കിട്ടുന്നതാണ് ചേട്ടാ, ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പം വളരെയധികം ഇതായിട്ട് ഗുണം ചെയ്യുന്ന ഒരു വേഷമായിരിക്കും ഇത്, അതുകൊണ്ട് നിങ്ങളിത് ഉപേക്ഷിക്കരുത് എന്ന് ഇന്നോലെ പറഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞ കാര്യമില്ല, നാടകമാണ് എൻ്റെ ജീവിതമാർഗം, ഇതാണ് സിനിമയായിരുന്നു എൻ്റെ ആത്യന്തിക ലക്ഷ്യമെങ്കിലും നാടകത്തിന് ബേസ് ചെയ്താണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇത് പറയുമ്പോൾ എനിക്ക് അതിനെ കളഞ്ഞിട്ട് പോരായിട്ടുള്ള മനസ്സെൻ്റെ അനുവദിക്കുന്നില്ല, എൻ്റെ ഗുരുത്വം എന്നെ അനുവദിക്കുന്നില്ല അതിലേക്ക് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഞങ്ങളിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ഉടനെ അവർ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. ചേട്ടൻ എപ്പോൾ വരാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരാമെന്ന്. ചേട്ടൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. വീണ്ടും അവർ വിളിച്ചു. ചേട്ടൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ ചേട്ടൻ വരുന്നപ്പോൾ ഞങ്ങളിത് എടുക്കുന്നുള്ളൂ, പോരെ. വേണു സാറുമായിട്ട് സംസാരിക്കുന്നവർ ഓരോ പ്രാവശ്യം വിളിച്ചിട്ടും വേണു സാറിനോട് പറയുന്ന ഇന്നലെ ആണ് എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കാർബൺ സിനിമ പോയി ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെവിടെയാണ് അതിൻ്റെ പോയിൻ്റ് എന്ന് ആലോചിച്ച് നോക്കി. 50 വർഷത്തോളം മനസ്സിൽ കൊണ്ട് ഓർമ്മ വെച്ച കാലം മുതലേ സിനിമാ നടനാകണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു വ്യക്തി
അതുവരെ ചാൻസുകൾ കിട്ടാതെയും പല സ്ഥലത്തു നിന്നും പോയി അങ്ങനെ വന്നിട്ട് അവസാനം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയുക ഈ ജന്മവും നടക്കത്തില്ല, അടുത്ത ജന്മമെങ്കിലും എന്നെ ഒന്ന് പരിഗണിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരാളായിരുന്നു അതുവരെ. അന്നേരമാണ് കാർബൺ ആ സിനിമ ചെയ്തത്. ആ സിനിമ കണ്ടിട്ടാണ് അയ്യപ്പനും കോശിയിലേക്കുള്ള എൻ്റെ സിനിമയിലേക്ക് ഉള്ള പ്രവേശനത്തിന് ദൃഢമാക്കുന്നത്, ഉറപ്പിക്കുന്നത്. അത് ഒരു വലിയ സംഭവം തന്നെയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ അതാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ അതുകൊണ്ട് എന്താണ് പഠിച്ച ഒരു പാഠം, എന്താ പഠിച്ച പാഠം ഒന്നുകൂടെ ഉറപ്പിക്കാൻ ആരെയും നമ്മൾ കുറ്റം പറയണ്ട. ആരും ഇതിന് ഉത്തരവാദികളല്ല. മറ്റൊരാളുടെ പരാജയത്തിനും വിജയത്തിനും പല ആളുകൾ പരാജയത്തിന് ഉത്തരവാദികൾ ആരും കാണില്ല, ആരുടെയും കുറ്റമായിരിക്കില്ല. അത് അവൻ്റെ നിയോഗമാണത്. വിജയത്തിന് പലരുടെയും ഇത് വേണ്ടി വരും. ഒരാളുടെയെങ്കിലും ഒരു കൈയില്ലാതെ വിജയിക്കാനും പറ്റത്തില്ല. പരാജയം പലരുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിലും വിജയം എവിടെയെങ്കിലും ഒരു കൈ ഉണ്ടാകും. അങ്ങനെ വിജയിക്കാൻ പറ്റുള്ളൂ. അതാരാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്തു നിന്നായിരിക്കും. ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കഥ ഉണ്ട്. അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഞാനും പറയുന്നുള്ളൂ. അതിൻ്റെ ഒരുപാട് ഇതുപോലെ പല കഥകളും ഉണ്ട്. അപ്പം അതൊക്കെ എല്ലാം ഓരോ ഈശ്വര നിയോഗം. ഈ നടനെന്ന രീതിയിൽ ഇപ്പൊ ഗുരുക്കന്മാര് പറഞ്ഞിട്ടുള്ള അനുമോദനം, അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ നാടകം കളിച്ചതിന്റെ ഇപ്പൊ ഇന്റർവെല്ലിനൊക്കെ അടുക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലൈമാക്സിനൊക്കെ അടുക്കുമ്പോൾ നല്ല കസർപ്പൻ ഡയലോഗുകൾ പറയുമ്പോൾ ആളുകളുടെ ഒരു കരഘോഷം, ഏത് പോയിന്റില എനിക്ക് കഴിവുണ്ട്, എനിക്ക് ശോഭിക്കാനാവും, അങ്ങനെ ഉറപ്പായി തോന്നിയൊരു നിമിഷമുണ്ടോ ജീവിതത്തിൽ? അത് അങ്ങനെ നിമിഷമുണ്ട്. ഒരിക്കലും ഞാൻ കലാനിലയ സ്ഥിരം നാടകവേദിയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അന്ന് കലാനിലയത്തിൽ ചെന്ന് കഴിയുമ്പം അവിടെ എല്ലാം അതിപ്രഗത്ഭന്മാരായ പഴയ ആളുകൾ, നടീനടന്മാരുള്ള സമയം. ഓച്ചിറ വേലിക്കുട്ടിയുടെ ഒപ്പം അഭിനയിച്ചിരുന്ന നടീനടന്മാരൊക്കെ അതിനകത്തുണ്ട് അന്ന് ആ സമയത്ത്. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ ഒക്കെ സഹകരിക്കുമ്പം അന്ന് എനിക്കൊരു അവസരം കിട്ടി, ഒരു ക്യാരക്ടർ വേഷം അതിനകത്ത് ചെയ്യാനായിട്ടുള്ള. അത് രാമായണം നാടകമാണ്. അപ്പം അതിനകത്ത് ജനക മഹാരാജാവിൻ്റെ വേഷം എടുക്കുന്ന നടന് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകേണ്ട ഒരു പ്രശ്നം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് എനിക്കന്നേരം ഒരു 16 വയസ്സ് ഒക്കെ കാണുള്ളൂ. അപ്പം ആ സമയത്ത് അങ്ങനെ വന്നപ്പോൾ ഈ ഡയലോഗ് അത് തന്നെ ജനക മഹാരാജാവ് സീതയുടെ അച്ഛൻ രാമായണത്തിന് അത് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്. അത് തന്നെ. പക്ഷെ അത് മേക്കപ്പ് നരച്ച വിഗ്രഹമൊക്കെ വെച്ച് കഴിയുമ്പോൾ ഓക്കെ ആയി. അപ്പം പിന്നെ പോരാത്തിന് മേക്കപ്പ് മാനും ഒക്കെ ഉണ്ടല്ലോ അവിടെ വലിയ ഒരു സംരംഭമാണല്ലോ കലാനിലയം. അത് 200 ശിഷ്ടം പേര് ഉള്ള സമിതിയാണ്. കലാനിലയത്തിൻ്റെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് അത്. അപ്പം അങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് അവിടെ അന്നേരം നോക്കുന്നത് ഈ ഡയലോഗ് അറിയാവുന്ന ഫുൾ ഡയലോഗ് കാണാതെ അറിയാവുന്നവരാരുണ്ടെന്നുള്ളതാണ് അന്വേഷിക്കുക ആദ്യം. അവരുടെ പെർഫോമിങ് അല്ല, സ്ക്രിപ്റ്റ് അറിയണം. കാരണം അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അവിടെ ഒരാൾ ആര് ഇരുന്ന് കഴിഞ്ഞാലും ആ സിംഹാസനത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ അത് ജനകനാണ്. സമിതി അവതരിപ്പിക്കുന്ന അങ്ങനെ ഇതാണ്. പോരാത്തിന് ഈ കൂട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള എല്ലാം ഒക്കെ ഇട്ട് വരുമ്പോഴത്തേനും ഒരു സൈസ് ഉണ്ടായിരുന്നതാനും അങ്ങനെ ആ ജനകൻ്റെ വേഷം ചെയ്തു. അപ്പോൾ ഇതിന് ചെയ്തത് അങ്ങേറ്റം കുഴപ്പമില്ലാത്ത രീതിയിൽ, ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ, അറിയാത്ത രീതിയിൽ പകരമാണ് ചെയ്യുന്നതെന്നും അതിനകത്ത് ഒരു കുറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതെ ചെയ്യാനുള്ള ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു. അപ്പോൾ അതിന് മുൻപ് ഇത് വേഷം ഇന്നയാൾ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം അവിടെ ഒരു ചർച്ചയുണ്ടായി മറ്റു മുതിർന്ന ആളുകളായുള്ള. അതെങ്ങനെയാണ് അവൻ ചെയ്താൽ ശരിയാകുന്നത്, എങ്ങനെയാണ് ശരിയാ സാറേ അത് എന്ന് ചോദിച്ച് കൃഷ്ണൻ നായർ സാറിൻ്റെ അടുക്കെ എൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറുമായ കലാനിലയം കൃഷ്ണൻ നായർ സാറിൻ്റെ അടുക്കെ ഇങ്ങനെ സംസാരിച്ചു. മറ്റ് മുതിർന്ന ചില നടന്മാരെയായിരുന്നു. അപ്പോൾ അന്ന് കലാനിലയത്തിൻ്റെ നായകവേഷം ചെയ്യുന്ന വാമനപുരം രവികുമാർ എന്ന് പറഞ്ഞ നടനാണ്. എല്ലാ നാടകത്തിലും നായകനായിട്ട് അഭിനയിക്കുന്നത്. മിക്ക നാടകത്തിലും പുള്ളി തന്നെയായിരിക്കും നായകൻ അതിനകത്ത്. കാരണം പുള്ളി നല്ല ഗ്ലാമറും നല്ല ഇതുള്ള ഒരു നടനാണ്. അപ്പം അന്ന് അതിന് മറുപടി പറഞ്ഞ് കൃഷ്ണൻ നായർ സാറ് മറുപടി പറഞ്ഞത്, നിങ്ങളെന്താ പറഞ്ഞിരിക്കുന്നത്, നാളെ ഞാൻ രവിയുടെ വേഷം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ ഡയലോഗാണ് കൃഷ്ണൻ നായർ സാറ് അന്ന് ഈ പറഞ്ഞ സംശയം ഉന്നയിച്ച ആളുകളുടെ അടുക്ക പറഞ്ഞു. അത് എന്നോട്
അന്നുണ്ടായിരുന്ന ചില ആളുകൾ അവിടെ കേട്ടുകൊണ്ട് നിന്നിരുന്ന, അല്ലെങ്കിൽ മാനേജർ എന്ന് പറയാം, ഓക്കെ ഫ്രാൻസിസ് റബ്ബറെ എന്ന് പറഞ്ഞ ഒരു ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു അന്ന് മാനേജർ. പുള്ളി ബോംബെയിൽ ഒരു വലിയ സർക്കസ് കമ്പനിയിലെ സാൻഡോ ആയിരുന്നു. ഓക്കെ അപ്പം അന്ന് കണ്ടിട്ടുള്ളവർക്ക് ഈ 76-ലൊക്കെ ഈ മറൈൻ ഡ്രൈവിലൊക്കെ നാടകം കളിക്കുമ്പം നമ്മുടെ ഇതിൻ്റെ കോർപ്പറേഷൻ്റെ ആ കെട്ടിടങ്ങളൊന്നും അവിടെ ഇല്ല, കായൽ നികത്തിയിട്ട് ആ ഗ്രൗണ്ടായിട്ട് ഇങ്ങനെ കിടക്കുക. അവിടെയാണ് നമ്മൾ 1.5 വർഷത്തോളം 76 ആ സമയത്ത് കളിച്ചത്, 76-ൽ ഒക്കെ കളിച്ചത്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളിനെ കാണും, ഒരു നല്ല ഭയങ്കര സൈസും ഒക്കെ ഉള്ള ഒരാൾ, ഇങ്ങനെ ഒരു സിംഹത്തെ പോലെ ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു, മാനേജറായിരുന്നു എല്ലാ നിലയത്തിൻ്റെ. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് വന്ന് പറയുന്നത്, നിന്നെക്കുറിച്ച് സാറിന് ഭയങ്കര അഭിപ്രായമാണല്ലോ, വിശ്വാസമാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊന്ന് എനിക്കതിന് കൂടുതൽ വിശകലനം ചെയ്യാനോ ചിന്തിക്കാനോ ഉള്ള ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു സന്തോഷം തോന്നി. വേണ്ടി വന്ന രവിയുടെ വേഷം ഞാൻ അവനെ കൊണ്ട് ചെയ്യിക്കുമെന്ന് അവരോട് പറഞ്ഞപ്പം അത് കേട്ടപ്പോൾ എനിക്കൊരു മനസ്സിലൊരു ഇതുണ്ട്. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കും, അല്ല എന്നെക്കുറിച്ച് എന്തോ വിശ്വാസം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളൊരു ചിന്ത എന്നിലുണ്ട്. അപ്പോൾ എനിക്കൊരു മനസ്സിലൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു, ഇത് ചെയ്യണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ വേഷം ചെയ്ത് അത് വിജയിച്ചു. പിന്നെ അദ്ദേഹം വരുന്നിടം വരെ ഞാൻ ആയിരുന്നു ആ വേഷം ചെയ്തിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കൂടുതൽ നല്ല നല്ല വേഷങ്ങൾ അദ്ദേഹം തരാൻ തുടങ്ങി. അങ്ങനെ ഞാനും കലാനിലയത്തിൻ്റെ നായകനായിട്ട് അഭിനയിക്കാനുള്ള അവസരം ഉണ്ടായി. അങ്ങനെ ഇപ്പം ഈ വാക്കുകളിലൊക്കെ ഉള്ള ഈ ഒരു പോസ് ഉണ്ടല്ലോ, ഒരു വാക്ക് കഴിഞ്ഞിട്ടുള്ള നിർത്തല്, അതുപോലെ തന്നെ ഈ അക്ഷരസ്ഫുടത, ഇതൊക്കെ ഇപ്പോൾ അത് ഇപ്പോൾ വരുന്ന സെറ്റ് ഓഫ് ജനറേഷനിലെ ഫാക്ടേഴ്സ് നമ്മളധികം കാണാത്ത ഒന്നാണ്. അതിന് കാരണം എന്താണെന്ന് വിശദീകരിച്ചു. എനിക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാൻ ഒന്നും അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ പറയുകയാണ്, ഇത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലും പറഞ്ഞ് കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുള്ള നുറുങ്ങുകളും വെട്ടിത്തരങ്ങളും കൊണ്ടുമാണ് പറയുന്നത് കൂട്ടിക്കൂ. അതായത് മലയാള ഭാഷയുടെ ഒരു കാലത്ത് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് താഴെ ക്ലാസ്സിൽ, ഞാൻ 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് 1ാം ക്ലാസ് മുതൽ ഇങ്ങോട്ട് വരുന്ന ഗ്രാമറിൻ്റെ ഒരു ഇതിലേക്ക് കടക്കുന്ന സമയത്ത് വളരെ കർക്കശമായിട്ടായിരുന്നു അന്ന് ഗ്രാമർ പഠിപ്പിച്ചിരുന്നത് സ്കൂളുകളിൽ. അപ്പം അതിനകത്ത് പേരച്ചം, വിനയച്ചം, മറ്റുവിന, മുറ്റുവിന അങ്ങനെയൊക്കെ ഒക്കെ പറഞ്ഞൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. സംഭാഷണത്തിലെ ക്രിയാംശം മനസ്സിലാക്കി സംസാരിക്കുക. ഒരു വാചകം പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ക്രിയയുടെ ഇതുണ്ടോ, ആ ക്രിയയുടെ ഉണ്ടെങ്കിൽ അതിനായിരിക്കുമല്ലോ പ്രാധാന്യമായിട്ട് വരും. ക്രിയാകർമ്മം കർത്താവ്, കർത്താവ്, കർമ്മം, ക്രിയ, ഇങ്ങനെ ഇതിനെ ആസ്പദമാക്കിയാണ് അങ്ങനെ സംസാരിക്കാവൂ. ഒരു വാചകം പറയുമ്പോൾ അതിനകത്ത് ഏതിനാണോ ഡ്രസ്സ് ചെയ്യേണ്ടത്, ആ വിഷയത്തെ, ആ സിറ്റുവേഷനിൽ ഏത് വാക്കിനാണോ അവിടെ പ്രാധാന്യമുള്ള ആ വാക്കായിരിക്കണം ഡ്രസ്സ് ചെയ്ത് പറയേണ്ടത്, അല്ലെങ്കിൽ ആ കാര്യമായിരിക്കണം ഊന്നി പറയേണ്ടത്, അല്ലെ അതിനൊരു ചെറിയ ഡ്രസ്സിങ് കൊടുക്കണം നമ്മൾ. അപ്പം അങ്ങനെ സംസാരിക്കുമ്പം കേൾക്കുന്നയാളിന് വ്യക്തമായിട്ടത് മനസ്സിലാകും. ഇപ്പം നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൽ 3 വാക്കുകൾ ചേർന്നതാണ് ഒരു വാചകം. ഈ നീ എവിടെ പോകുന്നു, നീ എവിടെ പോകുന്നു. അപ്പോൾ ഇത് 3 സിറ്റുവേഷനിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, 3 അർത്ഥത്തിൽ ഉപയോഗിക്കാം. നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നീ പോകുന്നതിലാണ് അവിടെ പ്രശ്നം. നീ എവിടെ പോകുന്നു അത് പറ. നീ പോകുന്നതിലാണല്ലോ ആ പ്രശ്നം. നീ എവിടെ പോകുന്നു, എവിടെയാണ്, നീ എവിടെയോ പോകുന്നതിനാണ് പ്രശ്നമുള്ളത്. നീ പോകുന്നതിലൊന്നും ഇവിടെ പ്രശ്നമില്ല, പക്ഷെ നീ എവിടെ പോകുന്നതെന്ന് പറയണം. അതാണ് അവിടുത്തെ സിറ്റുവേഷന് വേണ്ടത്. നീ എവിടെ പോകുന്നു അത് പറ. നീ പോകുന്നതിലാണ് വിഷയം അവിടെ. കണ്ടോ, ഇത് 3 സിറ്റുവേഷനിൽ പ്രയോഗിക്കേണ്ട ഉച്ചാരണ രീതിയാണ്, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ മോഡുലേഷനാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ആപ്റ്റായിട്ട് വരുന്ന ഏതായിരിക്കും എന്ന് പ്രഥമ ദൃഷ്ടിയ നമ്മളത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായാൽ നമുക്ക് അതേ വരുള്ളൂ മനസ്സിൽ. ഈ പുസ്തക വായന അല്ലെങ്കിൽ വായനാശീലം ഉണ്ടായിരുന്നു? വായനാശീലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കുറേ കാലങ്ങളായിട്ടൊന്നും വായനയൊന്നുമില്ല. ഇത് നാടകത്തിന് വേണ്ടിയിട്ടുള്ള വായനയായിരുന്നോ അതോ? അല്ലല്ല, എനിക്ക് നോവലുകളെക്കാട്ടിലും ഒക്കെ എല്ലാം കൂടുതൽ ചരിത്ര സംഭവങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, ഗവേഷണങ്ങൾ, അങ്ങനെ ഇതുപോലെ സാഹസികമായ ഓരോ യാത്രകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള പുസ്തകങ്ങളാണ്. അക്കാഡമിക്ക് ഇതിലായിട്ടുള്ള, കാരണം നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയാഞ്ഞുകൊണ്ട് അക്കാഡമിക്കലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചറിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ള മനസ്സ് തോന്നൽ വന്നുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ബുക്കുകളൊക്കെ വയ്ക്കുന്നത്. പിന്നെ ഈ ഇന്ത്യൻ സാഹിത്യത്തിലെ പല അക്കാഡമിക് അവാർഡ് കിട്ടിയ പല
കൃതികളും ഉണ്ടാവും, നോവലുകളാണേലും ന്യായവിടപാടൊക്കെ കിട്ടിയ ഗ്രന്ഥകാരന്മാരുടെ പുസ്തകങ്ങൾ. അതെ. അപ്പം അത് അങ്ങനെയുള്ള പുസ്തകങ്ങൾ അതിൻ്റെ വിവർത്തനം മലയാള വിവർത്തനം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ഞാൻ DC ബുക്സിൻ്റെ ഗോൾഡൻ ഇതിലുള്ള ഒരാളാണ്. ഗോൾഡൻ മെമ്പറാണ്. അപ്പം അങ്ങനെ ഒക്കെ ഞാൻ ഒരിക്കലും ചെറിയ ലൈബ്രറി ഉണ്ട്. അപ്പം അങ്ങനെ ഒക്കെ വായിച്ച് ഒക്കെ വായിക്കുമായിരുന്നു. ഈ സിനിമകൾ മാറുന്നതനുസരിച്ചിട്ട് നാടകത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു വന്നൊരു സമയം ഉണ്ടായിരുന്നു. അതായത് നാടകം കാണുന്ന ആള് ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് അതുപോലെ തന്നെ നിലനിന്നെങ്കിൽ പോലും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നാടകം കണ്ടിരുന്ന ഒരാളുണ്ട്. അതിന്റെ വരവ് കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. സീരിയലുകൾ വന്നു, അങ്ങനെ മറ്റ് അവസ്ഥകൾ വന്നപ്പോൾ ഈ നാടകത്തിന്റെ പ്രാധാന്യം അങ്ങനെ കുറഞ്ഞു വന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയങ്ങൾ അലട്ടിയിട്ടുണ്ടോ? അപ്പോൾ എനിക്ക് അതിനകത്തൊരു കാര്യം പറയാനുള്ളത്, നാടകത്തിൻ്റെ പ്രാധാന്യം ഒരിക്കലും കുറഞ്ഞിട്ടില്ല, കുറയുകയില്ല. ഭൂമിയിൽ മനുഷ്യനുള്ളിടത്തോളം കാലം നാടകത്തിന് പ്രാധാന്യം ഉണ്ടായിരിക്കും, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ ക്വാണ്ടിറ്റി കൂടി നാടകത്തിൻ്റെ, നാടക സംഘങ്ങളുടെ ക്വാണ്ടിറ്റി കൂടി, നാടകത്തിന് കൂടുതൽ ഈ ആളുകൾ കൂടുതൽ ഉത്സവപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും ഒക്കെ ആയിട്ട് നാടകം കണ്ട് അങ്ങനെ ഒരു നാടകത്തിനോട് ഒരു ഇത് വന്നപ്പം നാടക സമിതികൾ ധാരാളം വന്നു തുടങ്ങി. അപ്പോൾ ആ ക്വാണ്ടിറ്റി കൂടി നാടക സമിതി, അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞു പോയി. ഈ ക്വാളിറ്റി കുറഞ്ഞതാണ് പ്രേക്ഷകനെ സംബന്ധിച്ച് വന്ന ഒരു മാറ്റമെന്ന് ഞാൻ കണക്കാക്കുന്നു. അപ്പം അതിന് പല കാരണങ്ങളും പലരും പലതും പറഞ്ഞേക്കാം, ഞാൻ അവിടെ ആ ഭാഗത്തേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പല അഭിപ്രായങ്ങൾ പറയും പല ആളുകൾ. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, കാരണം ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞപ്പോഴത്തേനും അതിൽ പലതും പരാജയങ്ങളായിരുന്നു. അപ്പം ഈ ക്വാണ്ടിറ്റി കൂടിയപ്പം ക്വാളിറ്റി കുറഞ്ഞു എന്നുള്ളതാണല്ലോ പ്രശ്നം. അപ്പം ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഈ മുൻകാലങ്ങളിൽ ഒരു നാടകത്തിൻ്റെ സംഘാടകനോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകളോ അവർക്ക് ദീർഘകാലത്തെ നാടകങ്ങളുടെ പിന്നാമ്പുറങ്ങളിലൂടെ സഞ്ചരിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകും. അവർ നാടകത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും നാടകക്കാരുടെ കൂടെയോ അല്ലെങ്കിൽ നാടക സംഘങ്ങളുടെ കൂടെയോ നിരന്തരം ഇങ്ങനെ വർക്ക് ചെയ്തു അന്വേഷിച്ചു അങ്ങനെ കൂടെ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും അവരൊരു നാടക സംഘം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസിന് വേണ്ടി വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. അതേസമയം പിന്നീട് വന്ന ഒരുപാട് നാടക സമിതികൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് ആളുകൾ ഈ നാടക സമിതികൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഉള്ളിലേക്ക് വരികയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് തിരിച്ചറിയാൻ മേലാതെ പോയി എന്നേ ഞാൻ പറയുള്ളൂ. ഏത് നല്ലതേതാ ചീത്തയേതാ, ആരൊക്കെ ഇതിനകത്ത് എക്സ്പെർട്ടാണ്, ആരെയൊക്കെ സമീപിച്ചാൽ നല്ല നാടകങ്ങൾ കിട്ടും അല്ലെങ്കിൽ നല്ല സംഗീതം ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇത് അവർക്കില്ല. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടായിരിക്കും പറയുന്നത്. ഈ പറയുന്ന ആളിന് അതുപോലെയുള്ള അറിവുള്ള ആയിരിക്കണമല്ലോ. അപ്പോൾ അയക്കും ഇത് പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ അയാൾ പറയുന്നത് ശരിയെന്ന് വിശ്വസിച്ച് ഈ പാവം അതിനകത്ത് ഇറങ്ങി ചാടും. അവൻ്റെ അറിവിൻ്റെ പരിമിതി അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് നിന്ന് കഴിയുമ്പോഴത്തേനും അത് വളരെ ശുഷ്കമായി പോയെന്നിരിക്കും. ഇത് ഏതൊരു കാര്യത്തിലും ബാധിക്കുന്ന കാര്യമാണ്. ബിസിനസ്സിനെ കുറിച്ച് അറിയാത്ത ഒരുത്തൻ ബിസിനസ്സുകാരനായിട്ട് പോയിട്ട് കാര്യമില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമായിരുന്നു ഇതിലേക്ക് വരുമ്പോൾ? എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഉണ്ടോ, പോയില്ലേ, അവിടെ പോയില്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ഒരു അറിവുള്ള ആളുകൾ വേണം ഏതൊരു മേഖലയിലാണേലും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട്. ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് അവരുടെ വാക്കുകളും വിശ്വസിച്ച് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, എല്ലാ കാലത്തും ഉണ്ട് കേട്ടോ, കുഴപ്പങ്ങളുണ്ട്. ഓരോരുത്തരെയും പറഞ്ഞ് വഴിതെറ്റിച്ച് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അവർ കൂട്ടുപിടിച്ച്, അല്ലെങ്കിൽ അവരുടെ പണമില്ലായിരിക്കും. അപ്പോൾ പണമുള്ള ഒരുത്തനെ പറഞ്ഞ് അവൻ്റെ ബലഹീനത മനസ്സിലാക്കിയിട്ട് അല്ല അവൻ്റെ അങ്ങനെ ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട് ഇത്. അപ്പോൾ അത് തിരിച്ചറിയാതെ പോയിട്ട് അതിനകത്ത് ഇറങ്ങി തിരിച്ചിട്ട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെ ആരും നിർബന്ധിക്കുന്നില്ല ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നീ ഒരു നാടക സമിതി തുടങ്ങണം, നീ നാടകമായിട്ട് ബന്ധപ്പെട്ട് പോകണം, അല്ല നീ ഒരു സിനിമ എടുക്കണമെന്നും പറഞ്ഞ് ആരെയും പ്രേരിപ്പിക്കുന്നില്ല. ഇനി അഥവാ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അവർക്ക് അതിനെക്കുറിച്ച് ഞാനൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കട്ടെ, ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താമെന്ന് പോലും ആരും പറയത്തില്ല. ആണോ, അങ്ങനെയാണോ, എന്നാൽ നമുക്ക് നോക്കാം എന്ന് പറയും. അപ്പോൾ പിന്നെ എല്ലാം ഈ ആൾ പറയുന്ന പോലെ ആയിരിക്കും. അങ്ങനെ എന്ന അബദ്ധത്തിൽ പോയി ചാടിയെന്നിരിക്കും. പക്ഷേ അയാളുടെ അറിവും ഇതിനെക്കുറിച്ചുള്ള പരിജ്ഞാനമൊക്കെ എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ ചെയ്യുന്ന കാര്യത്തിലുള്ള വിജയം.
50 വർഷം അതൊരു വലിയ കാലയളവാണെന്ന് ഈ അഭിമുഖത്തിലൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ തോന്നാറുണ്ടോ? എനിക്കങ്ങനെ തോന്നാറില്ല. അരനൂറ്റാണ്ടല്ലേ അത്? അങ്ങനെയൊന്നും ചിന്തയില്ല. കാരണം ലക്ഷ്യമൊന്നാണല്ലോ. ആ അപ്പം അതിന് കാലമോ മാർഗമോ പ്രശ്നമല്ല ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള യാത്രയ്ക്കിടെ. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കില്ല, കാലവും ശ്രദ്ധിക്കത്തില്ല, അതിൻ്റെ പ്രായവും ശ്രദ്ധിക്കത്തില്ല, ഒന്നും ശ്രദ്ധിക്കത്തില്ല. ലക്ഷ്യം അതാണ്. അപ്പം അത് ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും നമ്മുടെ മെമ്മറിയിലേക്ക് വരണമെന്ന് നിർബന്ധമില്ലല്ലോ. കാരണം ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അദമ്യമായ അല്ലെങ്കിൽ ആ ആഗ്രഹം അല്ലെ ആ മോഹം, ഇതിനെയെല്ലാം നമ്മളെ മറച്ചു കളയും. അതിലുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം പിന്നീട് ഓർക്കുമ്പോൾ നമുക്കതൊരു വിഷയമായിട്ടേ തോന്നത്തില്ല. ഒരു അന്തർദാഹം ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളുടെയൊക്കെ ഒരു ലെവലിൽ നിന്ന് പറയാം, ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ഇടുന്ന സുഹൃത്തുക്കളുണ്ട്, അതുവഴിയൊക്കെ സിനിമയിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 1, 2, 10 ഒക്കെ ഇട്ടിട്ട് ഇത് എവിടെയും എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അത് നിർത്തുകയും എന്താണ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ആ ജോലിയിലേക്ക് തിരിച്ചു കയറുന്ന ആളുകളെ അറിയാം. അല്ലെങ്കിൽ 5 or 6 ഷോർട്ട് ഫിലിം എടുത്തിട്ട് അത് വർക്ക് ആവാണ്ടാകുമ്പോൾ, അതിൽ അഭിനയിച്ചു കഴിഞ്ഞ് വർക്ക് ആവാണ്ടാകുമ്പോൾ മറ്റു ജോലികളിലേക്കോ അല്ലെങ്കിൽ സെറ്റിലാവാനൊക്കെ വിദേശത്തേക്കൊക്കെ പോകുന്ന ആളുകളെ പരിചയമുണ്ട്. ഈ അന്തർദാഹം അതിനുണ്ടാവാനുള്ള സത്യസന്ധത ഒന്ന് വിശദീകരിക്കുക. അതിൽ വേറൊന്നുമില്ല. ചെറുപ്പം പോലെ നമ്മൾ മനസ്സിൽ കേട്ടിട്ടുള്ള ധീരപുരുഷന്മാരും വീരപുരുഷന്മാരുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളുടെ ജീവചരിത്രങ്ങൾ നമുക്ക് കേട്ടും കണ്ടും അത് സിനിമകളിലൂടെ കണ്ടും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ബോധം ഉള്ളിലുണ്ട്. എത്രയോ പ്രാവശ്യങ്ങൾ പരാജയത്തിൻ്റെ ഇതിലേക്ക് പോയിട്ട് അവിടുന്ന് വിജയിച്ചു വരുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം അവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒന്നും അല്ല എന്നുള്ളത് തോന്നില്ല. അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു അല്ല, അതായത് ഏതോ ഒരു രാജാവ് പല പ്രാവശ്യം യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് ലാസ്റ്റ് 8 പ്രാവശ്യമായിട്ടോ യുദ്ധം ചെയ്ത് ഒരു ഗുഹയ്ക്കകത്തുള്ളിൽ ഒളിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു 8 വല കെട്ടുന്നുണ്ടായിരുന്നു. ആ 8 ഇങ്ങനെ വല കെട്ടി 8 പ്രാവശ്യം അത് ഒരു മൂലയിൽ നിന്ന് മറ്റേ മൂലയിലേക്ക് ചാടിയിട്ട് അതിന് പിടുത്തം കിട്ടിയില്ല. അങ്ങനെ 7 പ്രാവശ്യവും ചാടിയിട്ട് കിട്ടിയില്ല. 8ാമത്തെ പ്രാവശ്യം ചാടിയപ്പോഴാണ് അതിനവിടെ പിടുത്തം കിട്ടുന്നത്. അവിടുന്ന് ആ വല കെട്ടി ആ വല പൂർത്തിയാക്കുന്നത് ഈ രാജാവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ 7 പ്രാവശ്യവും തോറ്റുപോയി, 8ാമത്തെ പ്രാവശ്യം എന്തുകൊണ്ട് എനിക്ക് ഒന്നുകൂടെ ശ്രമിച്ചുകൂടാ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പോയി യുദ്ധം ചെയ്തു. 8ാമത്തെ പ്രാവശ്യം സന്നാഹങ്ങളൊക്കെ ഒളിവിലിരുന്നും ഒക്കെ ആയിട്ട് കൂട്ടി 8ാമത്തെ പ്രാവശ്യം യുദ്ധം ചെയ്തു. അദ്ദേഹം ആ രാജ്യം കീഴടക്കി, ജയിച്ചു. അപ്പോൾ അത് ഒരു ഇൻസ്പിറേഷനായിരുന്നു അദ്ദേഹത്തിന്. ഇതൊരു ചരിത്രത്തിലുള്ള ഏതൊരു രാജാവിൻ്റെ ഒരു ഞാൻ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പേര് മറന്നുപോയി. ഏതൊരു ഫേമസ് ഒരു ചക്രവർത്തി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള കഥകൾ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമ്മൾ ശ്രമിച്ചു നോക്കുക. പിന്നെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, കർമ്മം ചെയ്യുക, നീ ഫലം ഇച്ഛിക്കരുത്. അപ്പോൾ കർമ്മം ചെയ്താൽ നമുക്ക് ഫലം ഒരുപക്ഷെ ഉണ്ടാവും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യം. അപ്പം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കർമ്മം എന്താണ്? ആ സമയത്ത് ഞാൻ അന്വേഷിക്കുക, സിനിമയിലേക്ക് എങ്ങനെ കടന്നു വരാൻ പറ്റും, എങ്ങനെ സിനിമയിലെത്താൻ പറ്റും എന്നുള്ള ചിന്തയാണ് നമ്മളെ സംബന്ധിച്ച്. അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട്, അതാണ് അദമ്യമായ ആഗ്രഹം സിനിമയിലേക്ക്. അന്നത്തെ ഒരു സിനിമകൾ 100% ഈ സുഖപര്യവസായിയായിട്ടും വരുന്ന സിനിമകളും ദുഃഖപര്യവസായിയായിട്ട് വരുന്ന സിനിമകളും അതിൻ്റെ എല്ലാം നായകന്മാരുടെ ഒക്കെ സങ്കല്പം നന്മയാണ്. അപ്പം അവർ ആ നന്മ അല്ലെങ്കിൽ സമൂഹത്തിനൊരു നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിട്ടുള്ള സിനിമകളെല്ലാം. ഒരു ഗുണപാഠം അല്ലെങ്കിൽ ഒരു സന്ദേശം ഉണ്ടാവും അതിനകത്ത്. അപ്പം അങ്ങനെയുള്ള സിനിമകളിലെ നായക കഥാപാത്രങ്ങൾ, ഈ ചരിത്രമായാലും പുരാണമായാലും അങ്ങനെ. ഈ VS വിട്ടലാചാര്യർ എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ട് തെലുങ്കിൽ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് മാന്ത്രിക സിനിമകളുണ്ട് തെലുങ്കിൽ വന്നിട്ടുള്ളത്. അത് പിന്നെ കന്നഡയിലും ഉണ്ട്. അപ്പോൾ രാമറാവു രംഗറാവു ഇവരൊക്കെ അഭിനയിച്ചിരുന്ന ആ സിനിമകൾ. അപ്പം അതിൻ്റെ എല്ലാം അവസാനം ഒരു നന്മയുടെ ഇതിൽ ചെന്നെത്തുന്നു. മോറൽ സ്റ്റോറി ഉണ്ടാവും. ഒരുപാട് അത്ഭുതങ്ങളാണ് അതിനകത്ത് കാണിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതായ അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള സിനിമകളായിരിക്കും അതൊക്കെ. പക്ഷേ എങ്കിലും അതിൻ്റെ അവസാനം നമുക്കൊരു നന്മ, ഒരു ഗുണപാഠം അതിനകത്ത് ഉണ്ടാവും.
ആ കഥാനായകന്മാരും അങ്ങനെ അതിനനുസരിച്ച് സഞ്ചരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചിന്തകളാണ് മനസ്സിൽ കൂടുതലും അന്ന് ഇതിലേക്ക് ഉറച്ചു നിൽക്കാനല്ല, മനസ്സിൽ ആ ലക്ഷ്യം വിടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതിൻ്റെ കാര്യം. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമം വന്നിട്ടില്ല. മദ്രാസിലും മറ്റുമൊക്കെ പോയി പട്ടിണി കിടന്നിരുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. ആ സമയത്തൊന്നും അതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് നമുക്ക് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നുന്നില്ല. ഒരു ഇതായിട്ട് തോന്നുന്നില്ല, വിഷമമായിട്ട് തോന്നുന്നില്ല. ഒന്നും നടക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ കൂടെയുള്ളവരൊക്കെ ഇല്ല. ആ ചിന്തകളൊന്നും ആ നിരാശയില്ല എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലഭിക്കാൻ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും, ഇല്ലെങ്കിൽ പക്ഷെ നമ്മൾ ഈ പറയുന്നതല്ല. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കർമ്മം എന്താ? അന്വേഷിച്ചുകൊണ്ടിരിക്കുക, പല കാണാനുള്ളവരെ കാണുക, അല്ലെങ്കിൽ പരിചയപ്പെടേണ്ട ആളുകളെ പരിചയപ്പെട്ടിട്ട് അവർ മുഖാന്തരം ഒരു പ്രതീക്ഷ ഉണ്ടാകുക. പക്ഷേ ഒന്നിലും പൂർണ്ണമായിട്ട് നമ്മളൊരു ഇത് വയ്ക്കുകയും വേണ്ട. താങ്കൾ എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് കരുതി, അല്ലെങ്കിൽ താങ്കളെ കണ്ട എനിക്കൊരു സഹായം വേണ്ടി വരും. അപ്പോൾ അത് കരുതി വീട്ടിൽ അത് താങ്കൾ ഉറപ്പായിട്ടും ചെയ്യും എന്ന് കരുതി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി താങ്കളെ വന്ന് കണ്ടു കഴിയുമ്പോൾ അത് നടക്കാതെ പോയെങ്കിൽ ഞാൻ നിരാശപ്പെടുമല്ലോ. പക്ഷെ ഞാൻ വരുമ്പോൾ അങ്ങനെയല്ല, ജസ്റ്റ് നടന്നില്ലെങ്കിൽ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകും. നടന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഏത് കാര്യം എന്തെങ്കിലും ഉണ്ടാവും. നടന്നില്ലെങ്കിൽ നമ്മളത് നിരാശപ്പെടണം. അപ്പം ഒന്നിലും ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രതീക്ഷ അർപ്പിച്ച് പ്രവർത്തിക്കാറില്ല ഇപ്പോഴും, ഏത് നിമിഷവും. അത് നല്ല മൈൻഡ് സെറ്റ് അല്ല, നല്ലതൊന്നും. അതുകൊണ്ട് നമുക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരത്തില്ല ഒരു കാര്യത്തിലും. ഒരു അമിതമായി നമ്മൾ പ്രതീക്ഷിക്കുക, അങ്ങനെ പ്രതീക്ഷിച്ച് വരുമ്പോഴാണ് എല്ലാ ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകർന്നടിഞ്ഞു പോകുന്നത്, മനസ്സ് ഇതായിട്ട് പോകുന്നത്. അതുകൊണ്ട് വിഷയമില്ല. ഇപ്പം ഇന്ന് വരെ കിട്ടിയിട്ടുള്ളതെല്ലാം നല്ലത്. ഇനി നാളെ കിട്ടാൻ പോകുന്നതും നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം. അത് അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥനായി ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു.